വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. صنوار اللي دمر وقتل اطفالنا والله العظيم زغرتت والله العظيم زغرتت. الحمد لله ان شاء الله بتمحوهم ان شاء الله بتمحوهم. ضلكوا وراهم لغايه ما سيبنا بيوتنا دمروها عروسهم. ما قصر 15 من اليهود احسن. الله ونعم الوكيل. هذه النكبه الله يكتبهم، الله ما يحكم معهم. يا رب يقتلوهم اليهود، يا اليهود احسن منهم. اليهود بعطونا اكل بعطونا الدنيا وبيعملوا الدنيا وبعطونا الطريق بامنه وايش يفضح ارضهم اليهود الحماس. حرام عليك. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഗാസയ്ക്കുള്ളിൽ 2 ദിവസത്തിന് മുമ്പ് പിന്നെ ജബാലിയ ഭാഗത്ത് നിന്ന് ആൾക്കാരെ എവാക്യുവേറ്റ് ചെയ്ത സമയത്ത് ചാനൽ 4 അവിടെ ചെന്നിട്ട് ഒരു TV ചാനൽ അവിടെ അവരുടെ ഇന്റർവ്യൂ എടുക്കുകയാണ്. ശരിക്കും അവരുടെ സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് അവർ റീലൊക്കേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. അതായത് ഹമാസിനെ അത്രമാത്രം വെറുക്കുന്ന ആൾക്കാർ. കാരണം കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് അവിടെ മീഡിയാസിനൊന്നും അവിടെ പെർമിഷൻ ഇല്ലായിരുന്നു. കാരണം അവിടുത്തെ ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്തത് ഈ ഹമാസിന്റെ ആൾക്കാരാണ്. അവിടെ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതായത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ജനങ്ങൾ, പലായനം ചെയ്ത് പോകുന്ന ആ ജനങ്ങൾ പറയുന്നുണ്ട് ഹമാസിനെ കുറിച്ചുള്ള ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള എത്ര ഹമാസ് പോരാളികൾ ഇത് കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് കണ്ടാലും തന്നെ ഒരു ശകലം പോലും മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഹമാസ് പോരാളികളുള്ളത്. അതൊക്കെ നമുക്ക് കമന്റ് ബോക്സിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇതൊക്കെ ഇവർ കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കും, അങ്ങനത്തെ ആൾക്കാരാണ് ഇവർ. കാരണം ഇവർക്ക് നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം അത് ഏത് രീതിയിലാണ് പറയുന്നത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ ഞാനിപ്പോൾ ആ ടോപ്പിക്കിൽ അങ്ങോട്ടല്ല വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഹമാസിനെ അവരുടെ സമുദായത്തിൽപ്പെട്ട ഈ ജനങ്ങൾ തന്നെ വെറുക്കുന്നത്? അതിനുള്ള കൃത്യമായ ഒരു കാരണമാണ്. അതിന് ഡീപ്പ് സ്റ്റഡിയിൽ പോയപ്പോഴത്തേക്കാണ് നമുക്ക് അതിന്റെ റൂട്ട് ബേസ് മനസ്സിലായത്. വളരെ ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള കുറേ പോയിന്റ്സുകൾ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ലാസ്റ്റ് വരെ കാണുക. നമ്മളൊരു ബിഗ് ഡേറ്റ അനാലിസിസ് ചെയ്തിട്ട് അത് വളരെ ഷോർട്ടായിട്ട് തരുന്നൊരു വീഡിയോ ആണിത്. ഇതിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇസ്രായേലിന്റെ ഒരു പഴയ മാപ്പാണ്. എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും പല ആളുകളും പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു മാപ്പാണിത്. അതായത് പണ്ട് പിന്നെ പാലസ്തീൻ ആയിരുന്നു, ഇത്രയായിരുന്നു, അതിനുശേഷം ഇത് ഇങ്ങനെ ചുരുങ്ങി, പിന്നെ കുറച്ചുകൂടെ ചുരുങ്ങി, പിന്നെ കുറച്ചുകൂടെ ചുരുങ്ങി, ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് മറ്റേ ജീനിയോളജി, അത് എവല്യൂഷൻ, കുരങ്ങിൽ നിന്ന് മനുഷ്യൻ വന്നു എന്നുള്ള ഒരു എവല്യൂഷൻ പിക്ചർ അല്ലേ, അതിനോട് ഉപമിച്ചുകൊണ്ടാണ് ഈ ഒരു പിക്ചർ പലപ്പോഴും ഇങ്ങനെ വെളിയിൽ വരുന്നത്. പക്ഷേ ഇതൊരു ഫേക്കാണ്. ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. ഇസ്രായേലിന്റെ അല്ലെങ്കിൽ പാലസ്തീൻ്റെ ഒരു ഡെമോഗ്രഫി ഇമേജ് ഇങ്ങനെയല്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡേറ്റ ഞാൻ വളരെ ഷോർട്ടായിട്ട് തരാൻ പോകുന്നത്. അതിന് മുമ്പേ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഈ ജനോസൈഡ് എത്നിക് ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഈ വംശഹത്യ എന്നൊക്കെ പറയുന്ന ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തലമുറയിൽ വരുന്ന കുട്ടികൾക്ക് പോലും കേരളത്തിൽ ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ്. ഈ വംശഹത്യ ജനോസൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിനെ ഉന്മൂലനം ചെയ്ത് കളയുന്നുള്ളതാണ്. അത് ശരിക്കും ജൂവിഷിനെതിരെയാണ് നടക്കുന്നത്. കാരണം ഇപ്പം ഇസ്രായേലാണ് ഈ ഒരു പിന്നെ വെപ്പൺ ഡൗൺ ചെയ്യുന്നത് വെച്ചോ. ഇസ്രായേൽ ഇപ്പം ഇന്ന് പത്തി താഴ്ത്തി വെപ്പൺ ഡൗൺ ചെയ്ത് താഴെ വെക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് അല്ല, ഒരു ജൂവിഷ് പോലും അവസാനിക്കില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ആകെയുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ആണിത്. ഇസ്രായേൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒറ്റ ഒരു സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ്ഹുഡ്, ഇസ്രായേലിന്റെ സ്റ്റേറ്റ്ഹുഡ് പിന്നെ തകർന്നടിയും എന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ള ഒരു സംശയത്തിന് ഇടവരാത്ത കാര്യമാണത്. അതിൽ അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാതെ പറയാൻ പറ്റും. അതേസമയം മറിച്ചാണെന്നുണ്ടെങ്കിൽ ഹമാസ് ഇപ്പം പിന്നെ വെപ്പൺ ഡൗൺ ചെയ്യുന്നു വെച്ചോ, ഹമാസ് പത്തി താഴ്ത്തി, ഇനി ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറയുന്നത്, എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതേപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി ലോകമെമ്പാടും ഉണ്ട്. എത്ര സ്റ്റേറ്റുകളാണ് ഉള്ളത്, എത്ര ഇസ്ലാമിക് റിപ്പബ്ലിക്കാണുള്ളത്, എത്ര തരത്തിലുള്ള ഇസ്ലാമിക് ഗ്രൂപ്പ്സ് ആണുള്ളത്. അപ്പോൾ അങ്ങനെ എത്നിക് ക്ലെൻസിങ്, പിന്നെ ഇതേപോലെ ജെനോസൈഡ് എന്നൊക്കെ പറയുമ്പം നിങ്ങളത് കുറച്ച് പിന്നെ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്ലോബലി ശരിയാണ്, ഇന്റർനാഷണലി ഈ ഒരു പാലസ്തീനിൽ തൽക്കാലം നടക്കുന്ന ഗാസ യുദ്ധത്തിനെതിരെ ഗാസയിലുള്ള ജനങ്ങൾക്ക് പിന്നെ അനുകൂലമായിട്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ, ഇസ്രായേലിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമാണ്. അത് ജെനോസൈഡ് എന്നുള്ള രീതിയിൽ കാർഡിൽ എഴുതി ഇങ്ങനെ പിടിച്ച ഉടനെ ജെനോസൈഡ് ആവത്തില്ല. അത് പാലസ്തീൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ടെർമിനോളജി മനസ്സിലാക്കി വേണം സംസാരിക്കാനുള്ളത്. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ടെർമിനോളജി പറഞ്ഞാൽ പാലസ്തീൻ, നിങ്ങൾ പാലസ്തീൻ എന്നുള്ള വാക്ക് പറഞ്ഞു നോക്കൂ. അതൊരു അറബിക് വേർഡ് ആണെന്നുണ്ടെങ്കിൽ അറബിക്കിൽ പി എന്ന് പറഞ്ഞൊരു ലെറ്റർ ഇല്ല. അവർ നിങ്ങൾ ഗൾഫ് മേഖലയിലൊക്കെ പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള മിക്ക ആൾക്കാരും ഗൾഫിലൊക്കെ പണിയെടുത്തിട്ടുള്ള ആൾക്കാരല്ലേ, അവർക്ക് അറിയാൻ പറ്റും. അവർ പാലസ്തീൻ എന്ന് പറയാറില്ല, ബാലസ്തീൻ എന്നാണ് പറയുന്നത്. പേപ്പർ എന്ന് ഒരു അറബിക്ക് പറയാറില്ല, ബേപ്പർ എന്നാണ് പറയുന്നത്. ബേബർ എന്നാണ് അറബി പറയുന്നത്. കാരണം അവർക്ക് പി ഇല്ല. അപ്പൊ എങ്ങനെയാണ് പാലസ്തീൻ അവർ രൂപീകരിച്ചെന്ന് പറയുന്നത്? പാലസ്തീൻ അവരുടെ സ്റ്റേറ്റ് അല്ല. പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഹുഡ് അറബ്സിന്റെ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക.
ഇത് ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ കീഴിൽ പുഷ് ചെയ്യപ്പെട്ട ഒരു നെയിമാണ് പാലസ്തീൻ. ഈ ജൂവിഷ് കമ്മ്യൂണിറ്റിയും ഈ അറബ് കമ്മ്യൂണിറ്റിയും കൂടെ നിരന്തരമായിട്ടുള്ള യുദ്ധത്തിന്റെ ഇടയിൽ പണ്ട്, അതായത് ഈ ഡേവിഡ് ഗോലിയാത്ത്, അപ്പോൾ ഒരു ഫിലിസ്തീൻ ആ ഒരു പേരുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പേരിന്റെ ഒരു പശ്ചാത്തലത്തിൽ പിന്നെ ബ്രിട്ടീഷ് മാൻഡേറ്റിൽ പിന്നെ ഇൻസിസ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു പേരാണ് പലസ്തീൻ. അതാദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഇത് ആകാശത്ത് നിന്ന് വന്ന പേരൊന്നുമല്ല. പിന്നെ അങ്ങനെ ഒരു എത്തനിസിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ എത്തനിസിറ്റി ഇല്ല. പലസ്തീൻ എന്ന് പറയുന്നത് ഒരു എത്തനിസിറ്റി അല്ല. അതാദ്യം മനസ്സിലാക്കുക. അറബ്സ് അത് എത്തനിസിറ്റിയാണ്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കി വേണം നിങ്ങൾ സംസാരിക്കണം. അറബ്സ് എന്ന് പറയുന്നത് ഒരു എത്തനിസിറ്റിയാണ്. ജൂസ് എന്ന് പറയുന്നത് ഒരു എത്തനിസിറ്റിയാണ്. ഇതാണ്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ പെരുമാറാൻ. ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്ന ഒരു ആക്രമണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ചെറുത്തുനിൽപ്പാണ്. അതിൽ കൊലാട്രൽ ഡാമേജ് ഉണ്ടാകുന്നതാണ്. അതിനെ ജെനോസൈഡ് എന്നോ അല്ലെങ്കിൽ എത്തനിസിറ്റി എന്നല്ല, അതിന്റെ വാർ ക്രൈം എന്ന് വേണമെങ്കിൽ നിങ്ങൾ വിളിക്കും. ടെർമിനോളജി മനസ്സിലാക്കി വിളിക്കും. വാർ ക്രൈം ഇത് കറക്റ്റ് ആയിട്ടുള്ള ടേം ആണ്, അങ്ങനെ വിളിക്കൂ. അല്ല ജെനോസൈഡ് ആണ്, എത്നിക് ക്ലെൻസിങ് ആണ്, അങ്ങനെയൊന്നും പറയരുത്. കാരണം അതിന്റെ ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഫാക്ട് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വരും. ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര തരം കമ്മ്യൂണിറ്റിയാണുള്ളത്? ഞാനിപ്പോൾ ഒരു മാപ്പ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ആ മാപ്പ്, ഈ മാപ്പാണ് ആക്ച്വൽ മാപ്പ് കേട്ടോ. ഞാൻ കാണിക്കുന്ന ഈ ഒരു മാപ്പ്, ഈ മാപ്പില്ലേ, ഈ മാപ്പാണ് ആക്ച്വൽ മാപ്പ്. ഈ മാപ്പ് ഞാൻ സൂം ചെയ്തും കാണിക്കാം, അതുപോലെ ഇത് കുറച്ച് കട്ട് ചെയ്തും കാണിക്കാം. കാരണം ഇത് ഒരു ലെങ്ത് ഉള്ള മാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഞാൻ ക്രോപ്പ് ചെയ്തും കൂടെ കാണിക്കാം. അപ്പോൾ അപ്പോഴേ അതിന്റെ കളറും എന്താണ് പറയുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ മാപ്പ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയോ. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ജൂസ് ഉണ്ട്, അറബ്സ് ഉണ്ട്, ഡ്രൂസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതർ കമ്മ്യൂണിറ്റി ഉണ്ട്. ബേസിക്കലി ഇസ്രായേലിന്റെ ഡെമോഗ്രഫിയിൽ ജൂസ് 73% ഇസ്രായേലിന്റെ ഉള്ളിലുണ്ട്. അത് ഇസ്രായേലിന്റെ ഉള്ളിൽ മാത്രമല്ല, ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആൾക്കാർ താമസിക്കുന്നത് ഈ വെസ്റ്റ് ബാങ്ക് ഭാഗത്താണ് കേട്ടോ. ജൂവിഷ് 5 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാർ താമസിക്കുന്നത് ഈ വെസ്റ്റ് ബാങ്ക് ഭാഗത്താണ്. അതായത് ഈ പാലസ്തീൻ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് 5 ലക്ഷത്തിൽ പരം ജൂസ് താമസിക്കുന്നത്. അവരെയും കൂടെ ചേർത്തോണ്ടാണ് ഈ ഒരു 73% ജൂസ് എന്ന് പറഞ്ഞ് എൻറ്റയർ ഇസ്രായേലിൽ കണക്കൂട്ടപ്പെടുന്നത്. അറബ്സ് 21% ഉണ്ട്. ഇത് വെസ്റ്റ് ബാങ്ക്, ഗാസ ഒഴികെയുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു ടെറിട്ടറിക്കകത്ത് മാത്രം, ആ ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഹുഡിനകത്ത് മാത്രമുള്ള അറബ് കമ്മ്യൂണിറ്റിന്റെ കണക്കാണ് 21% എന്ന് പറയുന്നത്. മറ്റുള്ള വിഭാഗക്കാർ ഒരു 6% ഉണ്ട്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് അറബ്സിനെയും ഈ മറ്റുള്ളവരെയും നമുക്ക് വേണമെങ്കിൽ മൈനോറിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത് അക്സെപ്റ്റബിൾ ആണ്. ഇനി ഇവിടെ ഈ പാകിസ്ഥാനിലെ പോലെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ പോലെയോ മൈനോറിറ്റികളുടെ അളവ്, കണക്ക് ഇതൊക്കെ കുറഞ്ഞുകൊണ്ട് വരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇവിടെ ഒരു സ്ത്രീക്ക് 3 കുട്ടികൾ എന്നുള്ള നിലയിൽ അറബ് കമ്മ്യൂണിറ്റിയിലും ജൂ കമ്മ്യൂണിറ്റിയിലും ഈക്വൽ ആയിട്ട് തന്നെയാണ് ബർത്ത് റേറ്റ് ഉള്ളത്. അവിടെ ഒരു കൂട്ടവംശഗതിയോ അല്ലെങ്കിൽ അവിടെ ജനോസൈഡോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇയർലി ബേസിസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വായിച്ചു നോക്കാം. CIA, അതായത് പിന്നെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വരെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെയൊക്കെയാണ് നമ്മൾ അമേരിക്കയുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാനവികത ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ട് അവര് ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡേറ്റാസ് കളക്ട് ചെയ്ത് 2021 അതായത് 2019 ഒരു സ്റ്റഡി നടന്നു. അപ്പൊ 2021 ആ സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുറത്തു വന്ന റിപ്പോർട്ട്, അങ്ങനെ മറച്ചൊന്നും വെച്ചിട്ടില്ല. ആ റിപ്പോർട്ട് പുറത്തു വരിക തന്നെ ചെയ്ത്. പുറത്തു വന്നപ്പോൾ അവർ കണ്ടെത്തിയത് ഈ അറബ് കമ്മ്യൂണിറ്റിയിൽ ഇസ്രായേൽ കമ്മ്യൂണിറ്റിയെക്കാളും ജോലി സാധ്യതയും സാലറിയൊക്കെ വളരെ കുറവാണെന്നുള്ള ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീപ്പ് സ്റ്റഡിക്ക് ഇസ്രായേൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അത് US-ൽ നിന്നും പ്രഷറുണ്ട്. കാരണം US എന്ന് പറഞ്ഞ രാജ്യം, ഞാൻ എന്തുകൊണ്ടാണ് ഈ മനോഹാരിത പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ മാനവികതയ്ക്ക് ഈ പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ US-ൽ സെറ്റിൽഡ് ആണ്. അവർക്കൊക്കെ നല്ല ഇൻഫ്ലുവൻസ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ US-ൽ മുസ്ലിംസിന് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ്ഡ് കമ്മിറ്റി ഉണ്ട്, ജൂവിഷിന് ഇൻഫ്ലുവൻസ്ഡ് കമ്മിറ്റി ഉണ്ട്. ഓരോ പിന്നെ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്കും ഈ ഇൻഫ്ലുവൻസ്ഡ് കമ്മിറ്റി ഉണ്ട് US-ൽ. അപ്പൊ അവരൊക്കെ അവിടുത്തെ പൊളിറ്റിക്കൽ ത്രൂ ഇതിനെ പിൻ പോയിന്റ് ചെയ്ത് കാണിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മറച്ച് ഒളിച്ചു വെച്ച് കാര്യങ്ങളൊന്നും ഒരുപാട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയും അവർ ഈ ഡേറ്റ കൃത്യമായിട്ട് ഇസ്രായേൽ ഗവൺമെന്റിന് കൈമാറുകയും ഇസ്രായേൽ ഗവൺമെന്റ് ഇവർക്ക് വേണ്ടിയിട്ട് പുതിയ പദ്ധതികൾ, അതായത് എന്തുകൊണ്ടാണ്, അപ്പൊ ഇസ്രായേൽ ഗവൺമെന്റ് എന്ന റീസൺ കൊടുത്തത്, എന്തുകൊണ്ടാണ് ഇവരുടെ ജോലി സാധ്യത എപ്പോഴും കുറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? ഗൾഫ് മേഖലയിലേക്ക് ജോലി ചെയ്ത ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവിടെ ഒരു കാറ്റഗറി ഓഫ് ജോബ് ലെവൽ ഉണ്ട്, അവിടെ ഒരു പ്രയോറിറ്റി ഉണ്ട്, അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്. ഓരോ ജോലിക്കും ചില ജോലിക്ക് അറബ്സിനെ എടുക്കുള്ളൂ, ചില ജോലിക്ക് ലോക്കൽസിനെ എടുക്കുള്ളൂ, ചില ജോലിക്ക് ബംഗാളികളെ എടുക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ചില കാറ്റഗറി ഉണ്ട്. ഇന്ത്യൻസ് ലീഡ് ചെയ്യുന്ന റോളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് ഇസ്രായേൽ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് അതിന്റെ റിപ്പോർട്ട് അവർക്ക് റിവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയപ്പെട്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. കാരണം ഈ പിന്നെ അറബ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അറബ് മുസ്ലിംസ് ഉണ്ട്, ഇതിനകത്ത് അറബ് മുസ്ലിംസ് ഉണ്ട്, അറബ് ക്രിസ്ത്യൻസ് ഉണ്ട്. ഇത് കൂടാതെ ഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു റിലീജിയൻ ഉണ്ട്. അവർ ഷിയ മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന ഒരു ഷിയ മുസ്ലിംസിന്റെ ഒരു സെപ്പറേറ്റ് സെക്ട് ആണ്. അവർക്ക് സുഹൈബ് എന്ന് പറഞ്ഞ ഒരു ഇമാമിന്റെ ലീഡിങ്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഞാനിപ്പോൾ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതും ഇതുപോലെ അഹമ്മദിയാസ് ഉണ്ട് അവിടെ,
ഇതൊക്കെ ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ കാലഘട്ടത്തിൽ ഇവർ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇസ്രായേൽ രൂപീകരിച്ച സമയത്ത് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ രൂപീകരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതെല്ലാം ജൂയിഷിന് വേണ്ടി മാത്രമുള്ള സ്റ്റേറ്റ് ആണ്. ജൂയിഷിന് വേണ്ടി മാത്രമുള്ള സ്റ്റേറ്റ് ആയിരുന്നില്ല ഇസ്രായേൽ. ഇസ്രായേൽ എന്നുള്ള സ്റ്റേറ്റ് പ്രഖ്യാപിച്ചപ്പം ജൂയിഷിന് വേണ്ടി മാത്രമല്ല, അതിൽ ഉള്ളിലിരുന്ന അറബ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൂടി തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്ഹുഡ് നേടിയെടുത്തത്. അപ്പൊ അതിനകത്ത് ഈ ഡ്രൂസ് എന്ന് പറഞ്ഞ ഈ ഒരു റിലീജിയൻ ഉണ്ട്. ഇവരും ഈ ഒരു കുറച്ച് ക്രിസ്ത്യൻ മുസ്ലിംസ് വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഈ ഡ്രൂസ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി നല്ല ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. 9% ഒക്കെ തന്നെയാണ് ഈ ക്രിസ്ത്യൻസ്. അതിൽ ക്രിസ്ത്യൻസ് തന്നെ പല വിഭാഗത്തിലുണ്ട്. അസീരിയൻസ് ഉണ്ട്, 1000 അസീരിയൻസ് ഈ ഇസ്രായേലിനകത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ മെസോപ്പൊട്ടോമിയൻ കൾച്ചർ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ സിറിയക് ഓർത്തഡോക്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. സെയിന്റ് മാർക്കാണ് അവരുടെ ലീഡിങ് സെയിന്റ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് കൂടാതെ സമാരിറ്റൻസ്, അർമേനിയൻസ്, സിർസാസിയൻസ്, കുറെ വിവിധ തരത്തിലുള്ള കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ ഉണ്ട്. നമ്മൾ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ജൂയിഷിന് വേണ്ടി മാത്രം ഒരു സ്റ്റേറ്റ് ആണ്, അങ്ങനെയൊന്നും പ്രൊജക്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇത് ഡീറ്റെയിൽ ആയിട്ട് പോയി പഠിക്കാത്തത് കൊണ്ടാണ്, അതിന്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നോളജ് ഇല്ലാണ്ട് വിടുവായിത്തരം പറയുന്നത്. ഞാൻ പറയുന്ന ലീഡിംഗ് ചാനലുകളിൽ പോയി ഇരുന്ന് ഇസ്രായേലിന് വേണ്ടിയായാലും പാലസ്തീനു വേണ്ടിയായാലും സംസാരിക്കുന്ന ആൾക്കാരുടെ നോളജും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. കാരണം ഇവരാരും ഇങ്ങനെ ഒരു ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ശരിക്കുമുള്ള റെസ്പോൺസിബിലിറ്റി ആ ചർച്ച ലീഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. അവരുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ വരുന്ന ലാക്ക് ഓഫ് നോളജ് ആണ് ഇത് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഈ അഹമ്മദിയ വിഭാഗത്തിലുള്ള ആൾക്കാർ ഏതാണ്ട് 1920 മുതലേ താമസിക്കുന്നുണ്ട്. മൗണ്ട് കാർമൽ, ഹൈഫ ഭാഗങ്ങളിലാണ് ഇവർ കൂടുതൽ താമസിക്കുന്നത്. ഇപ്പോഴും ഈ ഹിസ്ബുള്ളകൾ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിലാണ് ഇവർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. കാർമൽ മൗണ്ടിന്റെ ഭാഗത്താണ് ഇവരുടെ ആ ഒരു ഏരിയ കൂടുതലും ലോക്കലൈസ് ചെയ്ത ഏരിയ ആയിട്ട് പറയപ്പെടുന്നത്. അവർ ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ കാലഘട്ടത്തിൽ അവിടെയാണ് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അവർ. ഇവരുടെയൊക്കെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അബ്രോഡിൽ, കാനഡ, USA അങ്ങനെയുള്ള അബ്രോഡിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവരൊക്കെ അവിടെ ജീവിച്ചു പോകുന്നത്. ഒരു കമ്മ്യൂണിറ്റിയാണ്. പിന്നെ ഈ ഡ്രൂസ് എന്ന് പറഞ്ഞ റിലീജിയന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അവർക്ക് കൺവേർഷൻ ഇല്ല കേട്ടോ. കൺവേർഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ടൊക്കെ ഈ കൺവേർഷൻ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യത്തില്ല റിലീജിയൻ. അപ്പൊ അതുകൊണ്ട് ഈ വെട്ടിപ്പിടിക്കലും തലവെട്ടലും, നീ ഇതിലോട്ട് വരുന്നു അതിലോട്ട് വരുന്നു, ഈ കോമഡി ഒന്നും അവിടെ നടക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു അഗ്രസീവ്നെസ് ഒന്നും, ഈ തീവ്രവാദപരമായ നിലപാടൊന്നും അവിടെ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. ഡ്രൂസ് എന്ന് പറഞ്ഞ ആ റിലീജിയനിൽപ്പെട്ട ആൾക്കാർ അവരാരും അവരെ പാലസ്തീനിയനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഈവൻ ദോ ഈ പാലസ്തീൻ, അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ താമസിക്കുന്ന അറബ് മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ പോലും പാലസ്തീനിയനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഡ്രൂസ് റിലീജിയനിൽപ്പെട്ട ആൾക്കാർ ഏറ്റവും കൂടുതൽ അവർ ഇസ്രായേലി ആയിട്ട് അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നത് അവർ ഇസ്രായേൽ IDF-ൽ വളരെ നല്ല പൊസിഷൻസിലുള്ള ആൾക്കാരുമാണ്. അറബ് ക്രിസ്ത്യൻസ് ഉണ്ട്. അറബ് ക്രിസ്ത്യൻസിൽ അവരും അറബിക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. അറബ് ക്രിസ്ത്യൻസിൽ 10% റോമൻ കാത്തലിക്, അതേപോലെ 30% ഓർത്തഡോക്സ് ആണ് അവിടെ ഉള്ളത്. ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യാനിറ്റിയാണ് അവിടെ കൂടുതലുള്ളത്. അറബ് വംശജരായ ആൾക്കാർക്ക് ജോലി സാധ്യത വളരെ കുറയുന്നു, അവരുടെ സാലറി വളരെ കുറവാണെന്നുള്ള കൺസേൺ ആണ് ഈ ഒരു റിപ്പോർട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് 2021 പുറത്തു വന്നത്. 2019 സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തത്, പക്ഷെ 2021 ഡേറ്റ ശരിക്കും ഗവൺമെന്റിലേക്ക് കൈമാറപ്പെട്ടത്. ഈ ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ന്യൂസാണ് ഞാനിവിടെ കാണിക്കുന്നത്. അറബ് കമ്മ്യൂണിറ്റിക്ക് ജോലി സാധ്യതയും അതേപോലെ എംപ്ലോയ്മെന്റ് സാധ്യതയും സാലറിയുടെ ഒരു കുറവും കൂടെ രേഖപ്പെടുത്തി ജീവിത നിലവാരം ഉയർത്താനുള്ള ഒരു ഇന്റിമേഷനുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് വന്നത്. അമേരിക്ക ജസ്റ്റ് ഡേറ്റ മാത്രമാണ് ഇസ്രായേലിന് കൊടുത്തത്. ഇസ്രായേൽ അതിനുള്ള ആക്ഷൻ പ്ലാൻ അമേരിക്കയ്ക്ക് ആൻസർ കൊടുക്കുകയും എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പൊ ഇവരുടെ ചില മേഖലകളാണ് ഇവർക്ക് ഡൗൺ ചെയ്യുന്നത്, അതായത് എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവരുടെ ചില ഏരിയാസ്, ഇവരെവിടെയാണോ ഇവരുടെ വീഴ്ചകൾ ഉള്ളത്, എന്തുകൊണ്ടാണ് ഇവരുടെ ജോലി സാധ്യത കുറയുന്നുള്ളത്, ഇസ്രായേൽ തന്നെ ഒരു കമ്മിറ്റിയെ വെച്ച്, ഒരു അറബ് മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി, ഇസ്രായേലി അറബ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയിലൂടെ ഇതെല്ലാം മോണിറ്റർ ചെയ്ത്, വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് 2021, 22, 23 കാലഘട്ടങ്ങളായി 3 വർഷങ്ങളായിട്ട് ഈ 4ാമത്തെ വർഷം ആ ഒരു മൂവ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലി അറബ്സിനെ കണ്ടെത്തി മുസ്ലിംസോ ക്രിസ്ത്യൻസോ മറ്റുള്ള ഇതര റിലീജിയൻ എത്നിക് ഇതൊന്നും നോക്കാതെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ആർക്ക് വേണേലും പോയി ട്രെയിനിങ് എടുക്കാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിലുള്ള ജോലികൾ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിലുപരിയായിട്ട് 17,000 പേര് ഗാസയിൽ നിന്ന് അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് കൂടാതെ കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ഈ രീതിയിലാണ് ആ നാട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. മിക്ക ആൾക്കാരും അവിടെ ഫാമിംഗ്, കൃഷി, പ്രാക്ടിക്കൽ വർക്ക് സ്കില്ലാണ് അവിടെ. ഫാമിംഗ് വർക്കും അവിടെ ഒരു എഡ്യൂക്കേഷൻ ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. അത് അങ്ങനെ ട്രീറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഫാമിങ്ങും എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഈ ടെക്നോളജിയിലുള്ള എഡ്യൂക്കേഷൻ എല്ലാം പ്രാഥമികമായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇവർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2024 അതേ സർവേ വീണ്ടും എടുത്തപ്പോഴത്തേക്കും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിരിക്കുന്നു. 20% ആൾക്കാർക്ക് ജീവിത നിലവാരം മെച്ചപ്പെട്ടിരിക്കുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആ മെച്ചപ്പെട്ട ന്യൂസും ഞാൻ ഇവിടെ കാണിക്കാം. അപ്പൊ ഈ രീതിയിലാണ് അവിടെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയാണ് എത്നിക് ക്ലിൻസിങ്? ഇവിടെ എവിടെയാണ് ജനോസൈഡ്? ആർക്കാണ് ജനോസൈഡ്?
ഈ കുറച്ച് ആൾക്കാർ ഇപ്പൊ ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം, ഓക്കെ, ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് മൊത്തത്തിൽ ഓക്കെ ഈ ഒരു അറബ് കമ്മ്യൂണിറ്റി ജീവിക്കുന്നെന്ന് പറയാം. അത് വെസ്റ്റ് ബാങ്കിൽ എല്ലാം കലർന്നാണ് ജീവിക്കുന്നത്. അവിടെ ഏതാണ്ട് 5,53,000 പരം ഈ ജൂ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. 1000 അസീരിയൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഈ ജെറുസലേം ആ ഭാഗത്താണ് താമസിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ഞാൻ ആദ്യം കാണിച്ചില്ല ഒരു വീഡിയോ, ഗാസ ജനങ്ങൾ എന്തുകൊണ്ട് ഹമാസിനെ ഇത്രമാത്രം വെറുക്കുന്നു. കാരണം ഈ പൈസകൾ മൊത്തം മേടിച്ച് അവന്മാർ പോക്കറ്റിലിട്ടിട്ട് വീർപ്പിച്ച് ഇവന്മാർ മൾട്ടി ബില്യൺ ഹോട്ടലുകളിൽ, അതായത് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഇവന്മാർ ഈ ഗാസയെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ, പയ്യനൊക്കെ പറയുന്ന വാക്കുണ്ട്, അവരുടെ മുഖമൊക്കെ ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹമാസ് തട്ടും, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ ഇതിന്റെ പുറകിൽ വരുന്നതിൽ എത്ര എണ്ണം അതിന്റെ കൂടെയുള്ള ആൾക്കാരാണെന്ന് ആർക്കറിയാം. അപ്പോൾ ആൾക്കാർ അവരുടെ ഇതൊന്നും ആരും പറയിപ്പിക്കുന്നില്ല. ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. അവര് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ട് എത്തിച്ച ഒരു ഹമാസിനെതിരെ ഒരു രോദനമാണ് അവർ ആ വീഡിയോയിൽ വെളിയിൽ കാണിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാർ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.